രാഹുൽ മാങ്കൂട്ടത്തലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെ വിധി. അറസ്റ്റ് കോടതി തടഞ്ഞിട്ടില്ല. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. സാങ്കേതികത്വം പറഞ്ഞിരിക്കാതെ മാതൃകാപരമായ നടപടിയെടുക്കണമെന്ന് മുതിർന്ന നേതാവ് VM സുധീരൻ ആവശ്യപ്പെട്ടു. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാനുള്ള സമയമായി എന്നായിരുന്നു K മുരളീധരന്റെ കമന്റ്. പുറത്താക്കൽ എന്ന ആവശ്യം വനിതാ നേതാക്കൾ ആവർത്തിച്ചു. അപ്പോഴും ഒരു വിഭാഗം നേതാക്കൾ രാഹുലിന് വേണ്ടി നിലകൊള്ളുകയാണ്. മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെട്ടാൽ ആ കച്ചിത്തുരുമ്പിൽ പിടിച്ച് രാഹുലിനെ വലിച്ചു കയറ്റാം എന്നാണ് അവർ കരുതുന്നത്. KPCC പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റുമാരും UDF കൺവീനറും മൃദു സമീപനം തുടരുന്നത് രാഹുലിന് ആശ്വാസം പകരുന്നു. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ അഭിഭാഷകൻ, AK ഷാനിബ് CPIM, PR ശിവശങ്കർ BJP, ശ്രീകുമാർ മനയിൽ മാധ്യമപ്രവർത്തകൻ, ജേക്കബ് ജോർജ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെയും വാദം തുടരാനിരിക്കുകയാണ്. രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസ് വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു കേസാണ്. റേപ്പാണ് സ്വാഭാവികമായും ചാർജ് ചെയ്തിട്ടുള്ളത്. ഒരു ഹാബിച്വൽ ഒഫൻഡർ ആയിട്ടുള്ള പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടം കോടതി മുൻപാകെ നിൽക്കുമ്പോൾ മുൻകൂർ ജാമ്യം പോലെയുള്ളവ കിട്ടുക സാധ്യമാണോ? മുൻകൂർ ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഗൈഡ് ലൈൻസ് ബേസ് ചെയ്തിട്ട് കേസിൻ്റെ ഗ്രാവിറ്റി, നമ്മൾ കണ്ടിട്ടില്ലാത്ത കേസ് ഡയറിയിലെ കണ്ടൻസ് കോടതി കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല ആസ്പെക്ട്സ് പരിശോധിച്ചിട്ടാണ് മുൻകൂർ ജാമ്യം കൊടുക്കുന്നത്. ഹബിച്വൽ ഒഫൻഡർ എന്ന് പറയുന്നത് അതിന് ക്രൈം പോരാ. ഹബിച്വൽ ഒഫൻഡർ എന്ന് പറയുന്നത് മുൻപൊരു ക്രൈമിൽ കൺവിക്റ്റ് ചെയ്യപ്പെട്ട ആളുകളൊക്കെയാണ്. അതായത് ഈ കേസ് വന്നതിന് ശേഷമുള്ളൊരു ക്രൈം എന്നതിന് മറ്റേ ആ ക്രൈറ്റീരിയയിൽ വരില്ല. പക്ഷേ ഇതൊക്കെ കോടതികളെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന പാരാമീറ്റേഴ്സായിട്ട് നമുക്കതിനെ കണക്കാക്കാം. എനിക്ക് അത്ഭുതം തോന്നുന്നൊരു വിഷയം ഇന്നപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ പറഞ്ഞപ്പോൾ ആ കംപ്ലൈൻറ്റിൻ്റെ കണ്ടൻസൊക്കെയാണ് ഇന്ന് പറയുന്നത്. ഈ സെക്ഷൻ 72 അട്രാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ കംപ്ലൈൻറ്റൊക്കെ KPCC പ്രസിഡന്റ് കൊടുക്കുന്നു, മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു, പത്രലേഖകർക്ക് അതിൻ്റെ കണ്ടൻറ്റ് കിട്ടുന്നു. പിന്നെ എന്തിനാ സെക്ഷൻ 72 ഒക്കെ വെച്ചിരിക്കുന്നത് എനിക്കറിയില്ല. പരാതിക്കാരിയെയോ പരാതിക്കാരിയുടെ വേറെ ബോട്ട്സോ മനസ്സിലാവുന്ന വിധത്തിലുള്ള യാതൊരു ഉള്ളടക്കവും മാധ്യമങ്ങളോ മറ്റാരെങ്കിലുമോ പുറത്തു പറഞ്ഞിട്ടില്ലല്ലോ. മറിച്ച് അവർ നേരിട്ട ഒരു വലിയ കുറ്റകൃത്യം അവർ വിവരിച്ചു. അത് കൃത്യമായ എന്തുകൊണ്ടാണ് ഇത് പുറത്തു പറയുന്നതെന്ന് അവർ പറയുന്നുണ്ട്. കാരണം ഇനി സ്ത്രീകളും കുട്ടികളുമായിട്ട് ഇയാൾ ഇടപഴകാൻ ഇടവരരുത്, അതുകൊണ്ട് ഇതാണ് ഞാൻ അനുഭവിച്ചതെന്ന് ഒരാൾ പറയുകയാണ്. അപ്പൊ അതിന്റെ പേരിലാണ് കേസെടുത്തിരിക്കുന്നത്. അഭിലാഷേ, എന്തുകൊണ്ടാണ് ഇത്തരം കേസുകളുടെ FIR വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാത്തത്? മറ്റ് FIRs എല്ലാം വെബ്സൈറ്റിൽ ഇപ്പോൾ എന്നോട് ഏത് കേസ് പറഞ്ഞാലും ഇപ്പോൾ FIR എടുത്തു തരാം ഞാൻ. ഈ കേസിൻ്റെയോ ഇത്തരം കേസുകളുടെ FIR അപ്ലോഡ് ചെയ്യില്ല, FIS അപ്ലോഡ് ചെയ്യില്ല, കംപ്ലൈൻറ്റ് കിട്ടില്ല, ആപ്ലിക്കേഷൻ കൊടുത്താൽ ഒരു തേർഡ് പാർട്ടിക്ക് കിട്ടില്ല. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു കാരണമുണ്ട്. ഇതിൻ്റെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. കോൺഫിഡൻഷ്യാലിറ്റി ഇത് പുറത്ത് ചാടണമെങ്കിൽ 72(2) പ്രകാരമുള്ള വിക്ടിമിൻ്റെ ഒരു ഓതറൈസേഷൻ ലെറ്റർ വേണം. ഇത് പുറത്ത് വിടാം എന്നുള്ള ഓതറൈസിങ് ലെറ്റർ വേണം. ആ ഓതറൈസിങ് ലെറ്റർ ഇല്ലാതെ അതിൻ്റെ കണ്ടൻസ് എല്ലാവർക്കും കിട്ടുകയാണ്. നാളെ കേസിൻ്റെ വിധി പറയാൻ വെച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കി അറിയില്ല. ഇന്ന് വാദം പൂർത്തീകരിച്ചിട്ട് നാളത്തേക്ക് ഓർഡേഴ്സ് സാധാരണ വാദം പൂർത്തീകരിച്ചാൽ ഓർഡേഴ്സിന് വെക്കും. ഓർഡർ പൂർത്തീകരിച്ചിട്ട് ഓർഡേഴ്സിന് വെക്കുകയാണ് ചെയ്യല്. മെയിൽ ആപ്ലിക്കേഷന് 2 ഫസ്റ്റ് പോസ്റ്റിങ്ങിൽ ഇൻസ്ട്രക്ഷന് പോകും, അടുത്ത പോസ്റ്റിങ്ങിൽ പോലീസിൻ്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ വാദം കേൾക്കും, അതിനുശേഷം ജഡ്ജ് ഓർഡർ പറയാൻ വേണ്ടി അടുത്ത ദിവസത്തേക്ക് വെക്കും. അതാണ് അതിൻ്റെ പ്രൊസീജിയർ. കോടതി പോകുന്ന വക്കീലന്മാർക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. അങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ പൂർണ്ണമായും സബ്ജുഡീസാണ് നമ്മുടെ ഇതിൻ്റെ കണ്ടൻസ് എല്ലാം പറയുന്നത്. അപ്പോൾ ഞാനതിൻ്റെ ഒരു ലീഗൽ ആംഗിളാണ് ഈ പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു ഫെനി എന്ന് പറഞ്ഞ പേര് പറഞ്ഞു. അയാൾ എന്തോ തദ്ദേശ സ്വയംഭരണത്തിൽ മത്സരിക്കുന്നുണ്ട്. ഇതൊന്നും റിലവൻ്റ് അല്ല കേട്ടോ. ഇതൊന്നും ഈ കേസിന് യാതൊരു റിലവൻസുള്ള കാര്യങ്ങളല്ല. അതൊന്നും കേസിൻ്റെ മെറിറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് വിക്ടിമിന് നീതി ലഭിക്കുക എന്ന ഇൻട്രസ്റ്റിൽ മാത്രം നിൽക്കണം. ഇത്തരം കേസുകളെ ഒരിക്കലും പൊളിറ്റിസൈസ് ചെയ്യരുത്. നമ്മളിതെല്ലാം പറഞ്ഞ് പൊളിറ്റിസൈസ് ചെയ്ത് ഇലക്ഷനൊക്കെ അങ്ങ് കഴിയും. ഇതില് നമ്മൾ അങ്ങനെ രാഷ്ട്രീയമൊന്നും കാണണ്ട. ഇവിടെ ഇതെല്ലാം പുറത്തു വരും. ഇവിടെ ഇപ്പൊ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ എന്തുകൊണ്ട് ഇത് പുറത്തു പറയുന്നു ചോദിച്ചാൽ, കണ്ടേ മതിയാവും. അല്ല, ഇത്രയും കാലം ഈ വലിയ ട്രോമയിലൂടെ കടന്നുപോയ ഇപ്പോ രണ്ടാമത്തെ പരാതി നൽകിയിരിക്കുന്ന ആ പരാതിക്കാരി പറയുന്ന ആ വാചകം, പരാതിയിലുള്ളൊരു വാചകം ഞാൻ വായിച്ചു കേൾപ്പിക്കാം.
today after hearing a public statement that no complaint have been received by the I don't KPCC want it. president, I feel morally obligated to ensure that the truth is known. I am not seeking publicity, sympathy or personal benefit. My only intention is to protect other vulnerable women from harm. അതായത് എൻ്റെ മോറൽ ഒബ്ലിഗേഷനാണ് എന്ത്, ദ ട്രൂത്ത് ഈസ് നോൺ, സത്യം ജനങ്ങൾ അറിയുക എന്നുള്ളത് എൻ്റെ മോറൽ ഒബ്ലിഗേഷൻ ആണ് എന്ന് പറഞ്ഞ് മറ്റ് സ്ത്രീകൾക്ക് അപകടം വരാതിരിക്കാൻ ഇത് സമൂഹം അറിയണം എന്ന് പറഞ്ഞ് ഒരാൾ രംഗത്ത് വരുമ്പോൾ, ഒരു പ്രിഡേറ്റർക്കെതിരെ മുന്നറിയിപ്പ് നൽകുമ്പോൾ നമ്മൾ ഏതെങ്കിലും സെക്ഷൻ പറഞ്ഞ് അയ്യോ ഇതൊന്നും പുറത്തു പറയരുത് എന്ന ലീഗലായ നൂലാമാല അന്വേഷിച്ച് പോകേണ്ട കാര്യമുണ്ടോ? അല്ല, അത് അഭിലാഷേ നിങ്ങൾ വായിച്ചതിൻ്റെ കണ്ടൻസ് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് വേണ്ടത് അവരുടെ ഓതറൈസേഷൻ വേണം. ഇല്ലെങ്കിൽ ഞാൻ ഈ ഒഫൻസിൻ്റെ പാർട്ടാകാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ കണ്ടൻസിലേക്കൊന്നും ഞാൻ പോവില്ല. എൻ്റെ പ്രശ്നം ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത് ഇതിനൊരു പൊളിറ്റിക്സ് ഉണ്ട്, ഇതിനൊരു എന്താ പറയുന്ന ഒരു ലീഗൽ ആസ്പെക്റ്റും ഉണ്ട്. അവിടെ വ്യക്തിമായപ്പെട്ട ആൾ യഥാർത്ഥത്തിൽ വ്യക്തിമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ട്രയലിൽ പ്രതി ശിക്ഷിക്കപ്പെടും. ബെയിലുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ പ്രതിയുടെ കസ്റ്റഡി ആവശ്യമുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ബെയിൽ റിജക്റ്റ് ചെയ്യും. അപ്പോൾ കസ്റ്റഡി ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോടതി പോലീസ് കസ്റ്റഡി ചോദിക്കും, കസ്റ്റഡിയിലേക്ക് അവരെ കൊടുക്കും. കൊടുത്തതിന് ശേഷം ബാക്കി എക്സാമിനേഷൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി കസ്റ്റഡി വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ ബെയിൽ കൊടുക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നൊരു കാര്യം. ഇത്തരം കേസുകൾക്ക് ഞാൻ പറഞ്ഞ വലിയ എന്താ പറഞ്ഞ ഒരു കറപ്ഷൻ കേസൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ PMA പോലുള്ള മാറ്റേഴ്സൊക്കെ ആണെങ്കിൽ പബ്ലിക്കിന് താല്പര്യം ഒരുപാടുള്ള ഇഷ്യൂ ആണ്. കാരണം പബ്ലിക് എക്സ്ചക്കറിൽ നിന്ന് വലിയ ഡോസ് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇത് പേഴ്സണലായ വ്യക്തികളുടെ മാനത്തെ ബാധിക്കുന്ന ഇഷ്യൂ ആണ്. വിക്ടിമിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്, പ്രതിയെക്കുറിച്ചല്ല. വിക്ടിമിൻ്റെ മാനത്തെ ബാധിക്കുന്ന ഇഷ്യൂ വരുമ്പോൾ ഇത് അടുത്തൊരു വ്യക്തി ഇത് പറഞ്ഞ് പുറത്തോട്ട് വരാൻ പറ്റാത്ത സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് IPC 228 ആഡ് ചെയ്തത്. ഇവിടെ ഇപ്പോൾ BNS 72 ആഡ് ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു വിക്ടിമിൻ്റെ ഇഷ്യൂ അല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ഇതുപോലെ ഒരിടത്ത് പലയിടത്തും പല ആളുകളും പലതരത്തിലും പെൺകുട്ടികളോടും കൊച്ചുകുട്ടികളോടും ഒക്കെ പോക്സോയിലും ഒക്കെ ചെയ്യുന്നുണ്ടാവും. അവരൊക്കെ ഭീതിയോടെ കാണുന്നത് ഇതിങ്ങനെ പുറത്തോട്ട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരാളാണ് ചെയ്തെന്നിരിക്കട്ടെ, ഞാനെങ്ങാനും ഒരു പരാതി കൊടുത്തു പോയാൽ ഈ കണ്ടൻസ് എല്ലാം എടുത്തു വെച്ചിട്ട് ചർച്ച ചെയ്യും, അങ്ങനെ സംഭവിക്കട്ടെ, ഇനി അത് മറന്നു കളയാം എന്ന് ചിന്തിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. ഇതിനോട് നമ്മളൊരു റെസ്പോൺസിബിലിറ്റി കാണിക്കണം ഇത്തരം വിഷയത്തോട്. പരാതിക്കാരി തന്നെ പറയും ഓതറൈസ് ചെയ്യാൻ എന്റെ പേര് റിവീൽ ചെയ്യാൻ. നിർഭയ കേസിൽ അവരുടെ മാതാവിന്റെ വിഷയം, പക്ഷെ എങ്കിലും സുപ്രീം കോടതി പേര് പറയണം. സത്യം പുറത്തറിയണം എന്നുള്ളത് പരാതിക്കാരിയുടെ താല്പര്യമാണ്. സത്യം പുറത്തു വരാത്തതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു പരാതി കൊടുക്കാൻ തന്നെ നിർബന്ധിതയായതെന്ന കാര്യം ഞാൻ അങ്ങേ ആവർത്തിച്ചോർപ്പിക്കാം. ഞാൻ ലീഗലായിരിക്കും ഇത്രയും കാലം അവർ പരാതി ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, അത് അവർ വിശദീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർ ഇത്രയും കാലം പരാതി കൊടുക്കാത്തത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അവർ ആ പരാതിയിൽ തന്നെ പറയുന്നുണ്ട്. അവർ പേടിച്ചിട്ടാണ്. അവർ പേടിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്വഭാവ ഹത്യയാണ്. ആദ്യത്തെ പരാതിക്കാരിയും ഇത് പറയുന്നുണ്ട്. സൈബർ ടീമിനെ ഉപയോഗിച്ച് ഞാൻ തീർത്തു കളയും എന്ന് പേടിപ്പിക്കുന്നുണ്ട്. അത് അവർ വിശദീകരിക്കുന്നുണ്ട്. ഇത്രയൊക്കെ ആയിട്ടും അവർക്കിപ്പോഴും ആ പേടിയുണ്ട്. താങ്കൾ വിക്ടിമിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണോ എന്ന് എനിക്കറിയില്ല. വാട്ടെവർ, എന്തായാലും അവരിപ്പോ പറയുന്നത് ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടും അവരുടെ പാർട്ടി തന്നെ നിലപാടെടുക്കുന്ന സാഹചര്യത്തിൽ ഒരു പരാതിയുമില്ല എന്ന മാനമാണ് അവരുടെ ഭീതി. അല്ല, ഒരു പരാതിയുമില്ല എന്ന് ഈ കുറ്റക്കാരന്റെ പാർട്ടി നിഷേധിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിയുടെ പ്രസിഡന്റ് വാർത്താ സമ്മേളനം വിളിച്ച് പറയുന്ന സാഹചര്യത്തിലാണ് അവർ പറയുന്നത് അങ്ങനെയല്ല, സത്യം അറിയണം എന്ന് പറയുന്നത്. എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ കേസുമായി ബന്ധപ്പെട്ട ഇന്നത്തെ വിഷയത്തിൽ അയാൾക്ക് ബെയിൽ കൊടുക്കണമെന്നോ അയാൾ ശിക്ഷിക്കരുതെന്നൊന്നും ഒരു കേസ് എനിക്കില്ല. കുറ്റകൃത്യം അയാൾ ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ടായിരിക്കും. ഒരു കാരണമില്ലാതെ ഒരു പരാതി ആരും കൊടുക്കില്ലല്ലോ. പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പരാതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി യഥാർത്ഥ തെളിവുകൾ കണ്ടെത്തി ആ സാക്ഷികളെ കണ്ടെത്തി അവരൊരിക്കലും, ഞാൻ പറയാം, ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ ഒരു ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞുതരാം. ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ വല്ലാതെ കാര്യങ്ങൾ പബ്ലിസൈസ് ചെയ്യരുത്. തെളിവുകൾ ഓട്ടോമാറ്റിക്കായിട്ട് നശിക്കും. ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ടുള്ള ഓഫീസർമാരോട് ചോദിച്ചാൽ മനസ്സിലാവും. ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ പുറത്ത് വിടുന്ന ചില ആസ്പെക്ട്സ് ഉണ്ട്. അത് പുറത്ത് വിടുന്നത് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
ഇൻവെസ്റ്റിഗേഷനിൽ ഡൈവേർഷൻ ആവശ്യമുണ്ടെങ്കിൽ അവർ ഡൈവേർഷന് വേണ്ടി പുറത്തു, അല്ലാത്ത ഒന്നും ഇൻവെസ്റ്റിഗേഷനിൽ പുറത്തു വിടില്ല. ശരി, അല്ല ഇൻവെസ്റ്റിഗേഷന്റെ ക്രൂഷ്യൽ ആയിട്ടുള്ള വിവരങ്ങളൊന്നും ഇവിടെ ആരും പുറത്തുവിടുകയോ അതല്ലെങ്കിൽ അത് പബ്ലിസൈസ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ആ വിഷയത്തിന്റെ സഹോദരിയായിട്ടോ സൂചിപ്പിച്ചത് മകളായിട്ടോ. ശരി, ഓക്കെ. ശ്രീ എ കെ ഷാനിബ്, ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന പ്രതീതി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കാൻ പോവാണ് എന്നുള്ളതായിരുന്നു. കാരണം കെ മുരളീധരൻ പ്രത്യക്ഷപ്പെടുന്നു, അദ്ദേഹം പറയുന്നു പുകഞ്ഞ കൊള്ളി പുറത്ത്, ഇനി ആ കൊള്ളിയുടെ ഒപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും പുറത്തു പോട്ടെ എന്ന് പറയുന്നു. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാനുള്ള സമയമായി, അവസാനത്തെ നടപടിയെടുക്കാനുള്ള സമയമായി എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറയുന്നു. കോൺഗ്രസിലെ വനിതാ നേതാക്കൾ പുറത്താക്കണം, ഇനി വേറെ വഴിയില്ല എന്ന നിലപാടെടുക്കുന്നു. പക്ഷേ ഉച്ചയോടുകൂടി KPCC അധ്യക്ഷൻ വാർത്താസമ്മേളനം നടത്തുമ്പോഴേക്ക് അതങ്ങ് ദുർബലമാവുകയാണ്. അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ യുക്തമായ നടപടി തക്ക സമയത്ത് എടുക്കും എന്നൊക്കെയുള്ള അഴകൊമ്പൻ നിലപാടിലേക്ക് പോകുന്നു. അപ്പോൾ ഇപ്പോൾ നടപടി എന്നൊരു പ്രതീതി എന്തുകൊണ്ടാണ് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അങ്ങ് ഇല്ലാതായി പോയത്, അല്ലെങ്കിൽ ലഘൂകരിക്കപ്പെട്ടു പോയത്? രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഈ അവസ്ഥയിലും അദ്ദേഹം എവിടെയോ ഒളിവിൽ കഴിയുമ്പോഴും ഇത്രയും വലിയ സ്വാധീനം, ഇത്രയും വലിയ ശക്തി, കോൺഗ്രസിന്റെ വലിയ നേതാക്കളുടെ ആഗ്രഹം നടത്താൻ കഴിയാത്ത വിധത്തിലുള്ള ശക്തി അദ്ദേഹത്തിന് എങ്ങനെയാണ് കോൺഗ്രസ്? അല്ല, തീർച്ചയായും ഇത് ഇപ്പോൾ മാത്രമല്ലല്ലോ, ആദ്യത്തെ പ്രതികരണം വന്ന സമയത്തും ആദ്യത്തെ ഈ വാർത്ത പുറത്തു വന്ന സമയത്തും ഈ റിനിയുടെ പ്രതികരണത്തിനൊക്കെ ശേഷവും അന്നും ഇതേ പ്രതീതി ഉണ്ടായിരുന്നു. ഇയാൾക്കെതിരെ ഇതാ നടപടി എടുക്കാൻ പോകുന്നു, ശക്തമായ നടപടി ഉണ്ടാവും എന്ന തരത്തിലൊക്കെയുള്ള പ്രതികരണം പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്തു നിന്നും ഇതുപോലെ പല പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. എന്നാൽ നിരയിലൊരു മാറ്റമുണ്ടായത് അന്ന് ബീഹാറിലോ മറ്റോ കറങ്ങി നടന്നിരുന്ന വടകര MP, ഈ പറയുന്ന ഈ സൈക്കോപാത്തിനെ എല്ലാ തരത്തിലും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഷാഫി പറമ്പിൽ MP അവിടെ വന്ന് വിമാനമിറങ്ങിയതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചൊരു പ്രതികരണമുണ്ട്. ആ പ്രതികരണത്തിന് ശേഷമാണ് പിന്നീട് ആ നിലയിലെല്ലാം മാറ്റം ഉണ്ടായത്. പിന്നീട് അയാളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള വലിയ സൈബർ ആക്രമണം ഈ പറയുന്ന പരാതി പറഞ്ഞവർക്കെതിരെയും പ്രതികരിച്ചവർക്കെതിരെയും, അന്ന് ഉമാ തോമസിനെ പോലെ ആളുകൾ ഇതേ കാര്യമാണ് പറഞ്ഞത്, രാഷ്ട്രീയത്തിലേ തുടരാൻ അനുവദിക്കരുത്, അടുത്ത നിമിഷം തന്നെ രാജിവെക്കണം. ഇത് ഇപ്പോഴല്ല, ഈ കാര്യങ്ങൾ പുറത്തു വന്ന സമയത്ത് തന്നെ ഉണ്ടായിട്ടുള്ള പ്രതികരണമാണ്. അതുപോലെ തന്നെ അന്ന് തന്നെ ഷാനിമോൾ ഉസ്മാനും അതുപോലെ തന്നെ നമ്മുടെ മഹിളാ കോൺഗ്രസിന്റെ നേതാക്കളുമൊക്കെ അന്ന് ബിന്ദു കൃഷ്ണ ഉൾപ്പെടെയുള്ള എല്ലാവരും വളരെ പരസ്യമായി തന്നെ പറഞ്ഞു. പല ആളുകളും രഹസ്യമായിട്ട് പാർട്ടിക്കകത്ത് പറഞ്ഞു ഇനി അയാളെ കൊണ്ടുപോകരുത്, അയാളെ ഇനി പാർട്ടിയിലെ വെച്ച് പൊറപ്പിക്കരുത് എന്നുള്ള നിലപാട് അന്ന് തന്നെ പറഞ്ഞാണ്. പക്ഷെ ആ നിലപാട് മാറിയത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആ നിലപാട് മാറ്റം വന്നത് ഷാഫി പറമ്പിലിന്റെ ഇടപെടലിന് ശേഷമാണ്. ഇപ്പൊ ഇന്നും നിങ്ങൾ നോക്കൂ, ഈ തരത്തിലുള്ള എല്ലാ മൂവ്മെന്റുകളും വരുന്നു എന്ന തരത്തിൽ ചെയ്യാൻ കഴിയാത്തത്ര ശക്തിയുള്ള ഒരു നേതാവാണോ ഷാഫി പറമ്പിൽ? നോക്കൂ, രമേശ് ചെന്നിത്തല അദ്ദേഹം നേരത്തെ പറഞ്ഞത് എക്സ്ട്രീം സ്റ്റെപ്പ് വേണം, മനോരമയുടെ ഹോർത്തൂസിൽ പറഞ്ഞത് ഏറ്റവും വലിയ നടപടി വേണം എന്നുള്ളതായിരുന്നു എൻ്റെ അഭിപ്രായം. പക്ഷേ പാർട്ടിയിലെ കൂടിയാലോചനകൾക്ക് ശേഷം മറ്റൊരു തീരുമാനമാണ് ഉണ്ടായതെന്നാണ്. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് പുറത്താക്കണം എന്നുള്ള നിലപാട് 3 മാസം മുമ്പുണ്ട്. VD സതീശന് MLA സ്ഥാനത്ത് നിന്ന് മാറ്റണം, പുറത്താക്കണം എന്നുള്ള നിലപാട് 3 മാസം മുമ്പുണ്ട്. ഇപ്പോഴും ഉണ്ട് രണ്ടുപേർക്കും. വനിതാ നേതാക്കളുടെ കാര്യം താങ്കൾ പറഞ്ഞു, മുരളീധരൻ പറഞ്ഞത് നമ്മൾ കേട്ടു, പൊതുമധ്യത്തിൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇവരെക്കാളൊക്കെ, രമേശിനേക്കാളും VD സതീശനേക്കാളും മുരളീധരനേക്കാളും ഒക്കെ പവർ കോൺഗ്രസ് പാർട്ടിയിൽ താങ്കൾ പറയുന്നത് പോലെ ഷാഫി പറമ്പിലിന് ഒറ്റയ്ക്കുണ്ടാവുമോ? അല്ല, ഈ സംശയം എല്ലാവർക്കും സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. പക്ഷേ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ച സമയത്ത് ഷാഫി പറമ്പിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇയാൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകാൻ എൻ്റെ അധ്വാനം കൂടി ഉണ്ട്, ഞാനും കൂടി അധ്വാനിച്ചിട്ടാണ് അയാൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയതെന്നാണ്, ഞാനും കൂടി അധ്വാനിച്ചിട്ടാണ് അയാൾ MLA ആയതെന്നാണ്. കാരണം പാലക്കാട് സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് എല്ലാവരും, അതായത് ഒരുവിധം കോൺഗ്രസിലെ നേതാക്കളൊക്കെ ഇയാളെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് അതിശക്തമായി വാദിച്ചിട്ടും ഇയാളെ തന്നെ സ്ഥാനാർത്ഥിയാക്കണം, എന്നാൽ മാത്രമേ പാലക്കാട് ജയിക്കൂ, എന്നാൽ മാത്രമേ ഞാൻ പ്രവർത്തിക്കാൻ ഇറങ്ങൂ എന്ന നിലയിൽ വാശി പിടിച്ചിട്ടാണ് പാലക്കാട് ഇയാളെ സ്ഥാനാർത്ഥിയാക്കിയതും ആ പ്രവർത്തനങ്ങൾ നടത്തിയതും തെരഞ്ഞെടുപ്പിൽ ഇയാളെ MLA ആക്കിയതും. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ ഇയാളെ സംരക്ഷിക്കാൻ ഇപ്പോഴും അദ്ദേഹം പറഞ്ഞു വന്നത്? ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നുമൊക്കെ ആയിട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ച എല്ലാ നേതാക്കളും നിങ്ങൾ നോക്കൂ, രമേശ് ചെന്നിത്തലയാണെങ്കിലും VD സതീശനാണെങ്കിലും KC വേണുഗോപാൽ പോലും കൃത്യമായി തുറന്നു പറഞ്ഞില്ലെങ്കിലും KC വേണുഗോപാലും ഉണ്ണിത്താനെ പോലെയുള്ള നേതാക്കൾ, വനിതാ നേതാക്കൾ, ഇവരെല്ലാവരും ഇയാളെ പാർട്ടിയിലെ വെക്കാൻ പാടില്ല എന്ന് പറയാണ്. ഇവരാരും KPCCയുടെ പലരും ആൾക്കാർ, ഇപ്പോൾ ബിന്ദു കൃഷ്ണനെ പോലെയുള്ള ആളുകൾ KPCCയുടെ വൈസ് പ്രസിഡന്റോ വർക്കിംഗ് പ്രസിഡന്റോ ഒന്നുമല്ല.
അതുപോലെ തന്നെ പിന്നെ ഉമാ തോമസ് KPCC ഭാരവാഹിത്വത്തിലുള്ള ആളൊന്നുമല്ല. പക്ഷെ അവർ കൃത്യമായി നിലപാട് സ്വീകരിക്കുന്നു. ഒരു കാരണവശാലും ഇപ്പോൾ എനിക്കറിയാം ഉമാ തോമസ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന ആ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ മുൻപിലുണ്ടായിരുന്ന ആളുകളാണ് ഇവരൊക്കെ. സോഷ്യൽ മീഡിയയിലെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ അത് വിശദമായി പറയുന്നില്ല. സോഷ്യൽ മീഡിയയിലും മാത്രമല്ല ഈ പ്രതിപക്ഷ നേതാവ് മൂർധാവിൽ ചുംബിച്ച് അഭിനന്ദിച്ചയാളാണ് ഈ സൈക്കോപാത്ത്. അപ്പൊ അയാളെ പുറത്താക്കണമെന്ന് ഉമാ തോമസ് പോലും പറയുമ്പോൾ നിങ്ങൾ നോക്കൂ ഷാഫി പറമ്പിലിന്റെ പ്രതികരണം എന്താണ്? ഞാനും കൂടി അധ്വാനിച്ചിട്ടാണ് അയാൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത്, ഞാനും കൂടി അധ്വാനിച്ചിട്ടാണ് അയാൾ ഇങ്ങനെ ആയത്. അതുകൊണ്ട് പിന്നെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, എന്റെ താല്പര്യം എന്താണെങ്കിലും എന്റെ താല്പര്യത്തിനനുസരിച്ചുള്ള നടപടി അല്ലല്ലോ ഇപ്പോൾ ഉണ്ടായത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. ഇതിനെന്ത് കാരണം എന്ന് ഞാൻ ഒരു കാര്യം കൂടി വ്യക്തമായി പറയാം. ഇപ്പൊ ഇന്ന് ഷഹന എന്ന് പറയുന്ന MA ഷഹനാസ് എന്ന് പറയുന്ന ഒരു വനിതയുടെ ഒരു കോൺഗ്രസ്സുകാരിയാണ്. അവർ ഇന്നലെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്ന തരത്തിലുള്ള പോസ്റ്റുകളും അവർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഇന്ന് ഒരു സോഷ്യൽ മീഡിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നു, ഞാൻ ഇയാളെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കാൻ വേണ്ടി തീരുമാനിച്ച സമയത്ത് തന്നെ ഷാഫി പറമ്പിലിനോട് പറഞ്ഞിട്ടുണ്ട്, ഇയാളെ പ്രസിഡന്റ് ആക്കിയാൽ പെൺകുട്ടികൾ പങ്കെടുക്കേണ്ട മീറ്റിങ്ങുകൾ, പെൺകുട്ടികൾ പങ്കെടുക്കേണ്ട രാഷ്ട്രീയ പ്രവർത്തനത്തിന് അത് ഗുണകരമാവില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ പരിഹസിച്ചു. അവർ പേരെടുത്തുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഷാഫി പറമ്പിൽ എന്നെ പരിഹസിച്ചു, എന്നെ അപഹസിച്ചു. അതിനുശേഷം മറ്റൊരു കാര്യമുണ്ടായപ്പോൾ അതിനുവേണ്ടി ഞാൻ പരാതി പറഞ്ഞപ്പോൾ അപ്പോഴും നടപടി ഉണ്ടായില്ല എന്ന് ആ പെൺകുട്ടി തന്നെ പറയാണ്. അതുപോലെ തന്നെ നമുക്കൊരു പാലക്കാട് ഇപ്പോൾ MLA ആയിട്ട് അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ശക്തമായ നടപടി എടുത്തു എന്നൊക്കെ ഇപ്പൊ പറയുന്നുണ്ടല്ലോ. ഈ പുറത്താക്കിയ ആൾ പാലക്കാട് വന്നിട്ട് പാലക്കാട് അത്ഭുതകരമായ കാര്യങ്ങളാണ് കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. PR ശിവശങ്കർ, ഇപ്പോൾ ഏത് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ അനുസരിച്ചാണെങ്കിലും ഒരു പഴക്കൂടയിൽ 100 പഴങ്ങളുള്ളപ്പോൾ അതിൽ ഒരു പഴം ചീഞ്ഞാൽ അതെടുത്ത് മാറ്റിവെക്കുക എന്നുള്ളതാണ് എവിടെയാണെങ്കിലും ചെയ്യുക. പക്ഷേ അഭൂതപൂർവം എന്ന് പറയട്ടെ, കോൺഗ്രസിൻ്റെ ജൂനിയർ നേതാക്കളിൽ ഒരാളെ ഇങ്ങനെ ആ പാർട്ടി പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ കോൺഗ്രസിലെ ഒന്നാം നിര നേതാവല്ല, അവരുടെ MLA-മാരിലെ തന്നെ ജൂനിയർ മോസ്റ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പാർട്ടിയിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ സജീവമായിട്ടൊരു 4-5 വർഷമേ ആയിട്ടുള്ളൂ താനും. ആ രാഹുൽ മാങ്കൂട്ടം ഇനി പാർട്ടി നശിച്ചാലും വേണ്ട രാഹുലിനെ സംരക്ഷിക്കും എന്ന നിലയിലാണോ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളെങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്നത്? അത് അത്ഭുതകരമാണോ? താങ്കൾക്ക് അത്ഭുതം ഉണ്ടാക്കുന്നുണ്ടോ? വളരെ ഓപ്പണായി പറയട്ടെ, എനിക്ക് തോന്നുന്നില്ല ശ്രീ അഭിലാഷിൻ്റെയും മനസ്സിൽ എങ്കിലും ഇത്തരമൊരു ചിന്തയാണ് താങ്കൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ കുറച്ച് നാളട്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നടപടി എടുക്കും കോൺഗ്രസ് എന്ന് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അഭിലാഷ് വിശ്വസിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വം അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ താങ്കളും പറഞ്ഞതുപോലെ അത് VD സതീശൻ്റെയോ രമേശ് ചെന്നിത്തലയുടെയോ അല്ലെങ്കിൽ മുരളീധരൻ്റെയോ KC വേണുഗോപാലിൻ്റെ പോലും കയ്യിലല്ല, അത് മറ്റൊരു വിഭാഗത്തിൻ്റെ കയ്യിലായി മാറിയിരിക്കുന്നു. അത് കുറച്ചുകൂടി സാഹിത്യ ഭാഷയിൽ പറഞ്ഞാൽ അത് ബിമൽ നായർ കൈയടക്കിയിരിക്കുന്നു. അതിന് കൃത്യമായി പല കാരണങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതിന് ഞാൻ അത്തരം ധാരാളം ഉദാഹരണങ്ങൾ പറയാം. അത് കോൺഗ്രസിൻ്റെ നേതൃത്വം ഇന്ന് നമ്മൾ കാണുന്ന വെളുത്ത ഷർട്ടിട്ട അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാവുന്ന മാന്യതയൊക്കെ കുറച്ചൊക്കെ ഉള്ള ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ പുറത്താക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില നേതാക്കളിലല്ല ഇന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വം എന്ന കാര്യം തർക്കമില്ല. അവർക്ക് നിയന്ത്രണമില്ല. ഇന്ന് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് ലൂസിഫർ സിനിമയിലെ ബിമൽ നായറിനെ പോലുള്ള ചില കഥാപാത്രങ്ങളാണ്, ഷെയ്ഡി ക്യാരക്ടറാണ്. അവരുടെ സമ്പത്തിൻ്റെ, അത് ഡ്രഗ് മാഫിയ ആയാലും മറ്റുള്ള സെക്സ് മാഫിയ ആയാലും ഇതിൻ്റെ എല്ലാം നിയന്ത്രണത്തിലുള്ള ചില വെളുത്ത സുന്ദരന്മാരായ സുമുഖന്മാരായ ജനങ്ങളുടെ വലിയ നിയന്ത്രണമുള്ള ആളുകളാണ് ഇന്ന് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നതെന്ന് ഒരു മാസമായിട്ടെങ്കിലും ഈ സംസ്ഥാനത്തിലെ സാധാരണ മനുഷ്യർക്ക്, കോൺഗ്രസ്സുകാർക്ക് പ്രത്യേകിച്ച് പല കോൺഗ്രസ്സുകാരോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ നിയന്ത്രണം മാറിപ്പോയിരിക്കുന്നു. ഒരു സംശയവുമില്ല, ഇത് വലിയ തെറ്റിലേക്കാണ് കോൺഗ്രസ് പോകുന്നത്. 1. 2, ഇത് ഒരു പ്രെഡേറ്റർ അല്ല. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രെഡേറ്റർ അല്ല. ഞാൻ ശ്രീന്ന് അബദ്ധത്തിൽ പറഞ്ഞു പോയതാണ് കേട്ടോ. രാഹുൽ ഒരു പ്രെഡേറ്റർ അല്ല, അത് വേട്ടനായാണ്. ഇതിൻ്റെ പുറകിൽ കൃത്യമായി ഇനി എന്തൊക്കെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞാലും മറ്റൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. വേട്ടപ്പട്ടിയെ പോലെ ഇയാളെ പറഞ്ഞു വിട്ടിട്ട് ഞാനതിന് കൃത്യമായ കാര്യങ്ങളില്ല, 15ഓളം ഇത്തരം കംപ്ലൈൻറ്റ് നേരിട്ട് കത്തിൽ എഴുതിയതോ അല്ലാതെയോ സംസ്ഥാനത്തെ KPCC നേതൃത്വത്തിന് അറിയാം. ഒരു സംശയവുമില്ല. കണക്കടക്കം അത് ഫേസ്ബുക്കിലടക്കം CPM-ൻ്റെ നേതാക്കളും BJP-യുടെ നേതാക്കളടക്കം പറയുന്നുണ്ട്. പല തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇനിയും ധാരാളം വരും. ഒരു പോക്സോ കേസ് കൂടി ഉണ്ട് എന്നെൻ്റെ ഒരു പോലീസിൻ്റെ സുഹൃത്ത് പറയുന്നു.
ഇത്തരം ധാരാളം തെളിവുകൾ വന്നിട്ടും എന്തുകൊണ്ട് ഇദ്ദേഹത്തെ സഹിക്കുന്നു അല്ലെങ്കിൽ നിയന്ത്രിച്ച് നിർത്തുന്നു? അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് തന്നെ പറയുന്നു, അദ്ദേഹത്തിന് അറിയാമായിരുന്നു 3-4 ദിവസം മുമ്പ് സ്വന്തം മകളെ പോലുള്ള ഒരാൾ വന്നിട്ട് ഇത് കംപ്ലൈൻറ്റ് പറഞ്ഞു, എന്നിട്ട് നിയന്ത്രിച്ച് നിർത്തി. ഇദ്ദേഹത്തെ പല പോസ്റ്റിലും എത്തി. ഇദ്ദേഹം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആവുന്ന മുമ്പ് KSU കാലഘട്ടത്തിൽ തന്നെ ഇത്തരം കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു എന്ന് കോൺഗ്രസിൻ്റെ തന്നെ മുതിർന്ന നേതാവിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇയാളെക്കുറിച്ച് ഇത് അറിയാഞ്ഞിട്ടല്ല, വേട്ടക്കാരനായിരുന്നു പണ്ട് മുതലേ, ഇപ്പോൾ ഒരു വേട്ടപ്പട്ടിയെ പോലെ ആരോ ഉപയോഗിക്കുന്നു. പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം, ഇത് ഒരു കേവലമായ ആനന്ദത്തിന് വേണ്ടിയല്ല. ഇതിനൊരു മോഡസ് ഓഫ് ഓപ്പറാൻഡി ഉണ്ടായിരുന്നു. ഇതൊരു ആനന്ദത്തിന് വേണ്ടിയില്ല, മറിച്ച് ഈ കുട്ടികളെ ദേഹോപദ്രവം ചെയ്യുകയും ഈ കുട്ടികളെ ഗർഭിണികളാക്കുകയും ഇരകളെ ഗർഭിണിയാക്കി സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള രീതിയിലേക്ക് അധപ്പതിച്ചു എന്നുള്ളത് വെറും ഒരു സെക്ഷൽ ഒഫൻഡറായിട്ട് മാത്രം കാണരുത്. ഇതിൻ്റെ പുറകിലും കൂടി രാഷ്ട്രീയമുണ്ട്, കടന്ന രാഷ്ട്രീയമുണ്ട്. എനിക്കിതിൽ കൂടുതൽ ഒരു ചാനൽ ചർച്ച ഇരുന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായും അത്തരത്തിലുള്ള തെളിവുകൾ വരും. ഇയാളൊരു ക്രിമിനൽ ഒഫൻഡർ മാത്രമല്ല, ചിലരുടെ ചട്ടുകമാണ് അല്ലെങ്കിൽ വേട്ടപ്പട്ടിയാണ് എന്നുള്ള കാര്യം പുറത്തേക്ക് വരും. ഒരു കാര്യം കൂടെ പറയാം, CPM-ന് പണ്ടൊരു നീലപ്പെട്ടി പ്രശ്നത്തിൽ പെട്ടുപോയി. അത് CPM-ൽ തന്നെ ചോർത്തപ്പെട്ടതാണെന്ന് പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും CPM-ന്റെ നേതാക്കളും പറഞ്ഞിരുന്നു. അത് പണമല്ല, വേറെ പലതുമായിരുന്നു. അത് പുറത്തേക്ക് വന്നിരുന്നെങ്കിൽ CPM-ലെയും കോൺഗ്രസിലെയും ചില ഉള്ളുകള്ളികൾ കൂടി പുറത്തു വന്നതിനെ പാലക്കാട് നീലപ്പെട്ടി നീലച്ചടയനിലേക്ക് പോകുന്ന ഒരു രാഷ്ട്രീയം കൂടി പുറത്തേക്ക് വരും. ഒരു സംശയവുമില്ല, ഇത് രാഷ്ട്രീയത്തിൽ CPM അല്ല, ഇനി മുഹമ്മദ് മുസ്ലിം ലീഗ് പോലുമല്ല, ലീഗിൻ്റെ നേതൃത്വം ജമാഅത്തിലേക്കും കോൺഗ്രസിൻ്റെ നേതൃത്വം നിയന്ത്രണം ലീഗിലേക്കും പോയ ഒരു കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയം ഏറ്റവും അപകടകരമായ രാഷ്ട്രീയത്തിൽ വയ്ക്കുന്നു. ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. ഇന്ന് പെൺകുട്ടികൾക്ക് നോക്കൂ, 21-ാം നൂറ്റാണ്ട് കേരളത്തിലെ പെൺകുട്ടികൾക്ക് തങ്ങളുടെ നേരെ ആക്രമിക്കപ്പെട്ട 15ഓളം പെൺകുട്ടികൾക്ക് ഒരു ആക്രമിക്കപ്പെട്ട ഒരാൾക്കെതിരെ കംപ്ലൈൻറ്റ് പറയാൻ പറ്റുന്നില്ല. ഒരു സൈബർ ആക്രമണം, കോടതിക്ക് വരെ ഭയം. എന്തിനും ഒരു സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിന് ഭയം. അദ്ദേഹത്തെ വിളിക്കുന്ന കേക്കച്ചൻ എന്നൊക്കെ പറഞ്ഞ് ആക്രമിക്കപ്പെടുന്നു. സ്വന്തം പാർട്ടിയുടെ നേതാവരെ ആക്രമിക്കപ്പെടുന്ന രീതിയിലുള്ള സൈബർ ആക്രമണം. സാധാരണ പെൺകുട്ടികൾ എങ്ങനെ വലിയ സൈബർ ആക്രമണത്തിന്റെ പശ്ചാത്തലം ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഇടവേള എടുക്കേണ്ട സമയം അതിക്രമിച്ചു. ഇടവേളയ്ക്ക് ശേഷം ഞാൻ ജേക്കബ് ജോർജിലേക്കും അതുപോലെ തന്നെ ശ്രീകുമാർ മനയിലേക്കും വരാം. ഇടവേള ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീ ജേക്കബ് ജോർജ്, രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം, സാങ്കേതികത്വം നോക്കാതെ മാതൃകാപരമായ നടപടി സ്വീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണം. മുതിർന്ന കോൺഗ്രസ് നേതാവ് മുൻ KPCC പ്രസിഡന്റ് VM സുധീരന്റെ വാക്കുകളാണ്. പക്ഷേ കോൺഗ്രസ് ഇപ്പോഴും ഈ സാങ്കേതികത്വത്തിൽ കടിച്ചു തൂങ്ങാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ അനുകൂലമായ ഒരു ഉത്തരവ് വന്നാൽ ആ കച്ചിത്തുരുമ്പ് ഒരു പ്രതിരോധമാക്കാം എന്ന നിലയിലാണ് ഇന്ന് എടുക്കേണ്ട നടപടി വേണ്ട എന്ന് വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും കോൺഗ്രസിൽ നടപടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രമുഖരായ നേതാക്കൾ ഉള്ളപ്പോൾ നടപടിയെടുക്കാൻ, പുറത്താക്കാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് പറ്റാതെ പോകുന്നത്? KPCC ഈ നിസ്സഹായാവസ്ഥയിലായി പോകുന്നത് എന്തുകൊണ്ടാണ്? അല്ല, നേരത്തെ ബഹുമാനപ്പെട്ട നമ്മുടെ PR ശിവശങ്കർ പറഞ്ഞതുപോലെ കോൺഗ്രസ്സിന് പ്രശ്നമുണ്ട്. കാരണം നമുക്കറിയാം, ഈ സംഭവത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ആഞ്ഞടിച്ച കൊടുങ്കാറ്റ് നമ്മൾ കണ്ടതാണ്. ഒരു കൂട്ടം ആൾക്കാരിൽ നിന്നാണ്. നമ്മൾ രണ്ടുപേരും അത് മാതൃഭൂമി സ്റ്റുഡിയോയിൽ നിന്ന് ഡിസ്കസ് ചെയ്തതാണല്ലോ അഭിലാഷേ. കുറേ പേര്, ഒരു പിടി ആൾക്കാരിരുന്ന് വൻ പ്രളയമാണ്. KPCC അധ്യക്ഷൻ VD സതീശന് നേരെ അഴിച്ചുവിട്ടത്. ആര് ചോദിച്ചു? ആരെങ്കിലും എന്തെങ്കിലും ഒരു അക്ഷരം മറിച്ച് ഉരിയാടിയോ? ഉരിയാടിയില്ല. ഞാൻ പറയട്ടെ, ഇതിൻ്റെ അകത്ത് ഒരു വലിയ പ്രശ്നമുണ്ട്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷായോട് ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊന്നും ഉറക്കം വരത്തില്ല അഭിലാഷേ. അദ്ദേഹത്തിന് ആകെ വേദനയാണ്, ആകെ മനപ്രയാസമാണ്. ആ പെൺകുട്ടിയുടെ മാനം നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്താൽ ചിന്തിക്കളയുമോ എന്നുള്ളത്. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അങ്ങേക്ക് ആ പെൺകുട്ടിയെ ചില കാലമാടന്മാർ ആ പെൺകുട്ടിയെ ചോർത്തിക്കളഞ്ഞ മാനത്തെക്കുറിച്ച് അങ്ങേക്ക് ഒരു ചിന്തയില്ലല്ലോ, ഒരു തുള്ളി കണ്ണുനീർ അങ്ങ് വീഴ്ത്തിയില്ലല്ലോ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷാ. ഒരക്ഷരം മിണ്ടിയില്ലല്ലോ. ഇവർക്കെതിരെ കോൺഗ്രസ് പാർട്ടി നടപടിയെടുക്കണം. ഒരു പാർട്ടി കോൺഗ്രസ് പാർട്ടി നടപടിയെടുക്കണമെന്നെങ്കിലും ഒരക്ഷരം പറഞ്ഞു അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അത് പാടില്ല എന്നാ പറഞ്ഞേ. ശരി, ഓക്കെ.
അല്ല, അങ്ങനെ പറയരുത്. അതേ അങ്ങേക്ക് പറയാനുള്ളൂ. അത് പറയരുത്. പിന്നെയും ഞാൻ അങ്ങ് പറഞ്ഞത് അത് എന്താണ്? തന്നെയാണ് പറഞ്ഞത്. വിക്ടിമിനെ അല്ല, ഞാൻ മറുപടി പറയാം. ഞാൻ ഉൾപ്പെടെയുള്ള നിങ്ങൾ തെറ്റായ മാധ്യമ കാര്യങ്ങൾ പ്രവർത്തകർ, പറയരുത്. അഭിലാഷ് അങ്ങനെ ഉൾപ്പെടെ വലിയ അല്ലല്ല, ഞാൻ ബഹുമാനം പറഞ്ഞിട്ട് എനിക്കുണ്ട്. മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞ എന്താണ്? അയ്യോ, നമ്മൾ തമ്മിൽ വലിയ കൂട്ടല്ലേ? നമ്മൾ തമ്മിൽ വലിയ ശരി. ഹാപ്പിയാ ഏതാ? അല്ല, നമുക്ക് പിന്നെ ക്ലാരിഫൈ ചെയ്യാം, കുഴപ്പമില്ല. വിക്ടിമിന്റെ കാര്യങ്ങളും അവിടെ എഴുതി കൊടുത്ത കംപ്ലൈന്റ് അല്ലല്ല, ചർച്ച ഇത് ചെയ്യണമെന്നേ നമ്മുടെ വിഷയമല്ല. ഇത് നമ്മള് അത് നിങ്ങൾക്ക് ചർച്ച ചെയ്യണം കോൺഗ്രസ് പാർട്ടിയുടെ നിസ്സംഗതയാണ്. ഞാൻ തയ്യാറല്ലാന്നേ പറഞ്ഞുള്ളൂ. ശരി, ഓക്കെ. കോൺഗ്രസ് പാർട്ടിയുടെ കോൺഗ്രസ് ഇല്ലാത്ത കാര്യം കോൺഗ്രസ് പാർട്ടിയുടെ നിസ്സംഗതയാണ് അഭിലാഷ്, എനിക്ക് മറുപടി പറയാൻ സമയം ഇന്നത്തെ തരണം ചർച്ചാ കേട്ടോ. തരാം. അതാണ് അഭിലാഷ് ഇന്ന് നമ്മുടെ മുന്നിൽ പറഞ്ഞിരിക്കുന്ന ചർച്ചാ വിഷയം കോൺഗ്രസിന്റെ നിസ്സംഗതയാണ്. ഞാൻ അതിനാണ് ഒരു കാരണം ആദ്യമേ നിരത്തി വെച്ചത്. ഇവിടെ ഇത് തിരമാല പോലെ KPCC അധ്യക്ഷൻ പ്രോട്ടോകോൾ അനുസരിച്ച് ഒന്നാമനാണ്, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഒന്നാമനാണ് പ്രതിപക്ഷ നേതാവ്, ഒന്നാമനായിരിക്കണം. കേരളത്തിലെ കോൺഗ്രസിൽ ഒന്നാമനായ സാക്ഷാൽ VD സതീശിനെതിരെ സ്വന്തം പാർട്ടിയുടെ സൈബർ ഗുണ്ടകൾ ഒരു തടസ്സവുമില്ലാതെ ആക്രമണം നടത്തിയെങ്കിൽ അത് കണ്ടും കൊണ്ട് സഹപ്രവർത്തകർ, കോൺഗ്രസിലെ മുതിർന്നവരും ചെറുതുമായ സഹപ്രവർത്തകർ മിണ്ടാതിരുന്നുവെങ്കിൽ എന്താണ് അഭിലാഷ് അതിൻ്റെ അർത്ഥം? അതും നമ്മൾ മനസ്സിലാക്കണ്ടേ. അതുകൊണ്ട് കോൺഗ്രസിനകത്ത് എന്തോ ചിഞ്ഞു നാറുന്നുണ്ട്. പക്ഷേ എനിക്കറിയാം, കോൺഗ്രസ് പാർട്ടി ഇവരാരും പിടിച്ച വഴിയെ പോകുന്ന പാർട്ടിയല്ല. കോൺഗ്രസിന് അതിൻ്റെതായ ചരിത്രമുണ്ട്, അതിൻ്റെതായ പാരമ്പര്യമുണ്ട്. ഒരു കാരണവശാലും കോൺഗ്രസ് വഴിവിട്ടു പോവുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും. ശരി. ശ്രീകുമാർ മനയിൽ, നേരത്തെ ഇവിടെ ഷാനിബ് പറഞ്ഞ ഉദാഹരണം ഇപ്പോഴും എൻ്റെ മുമ്പിലുണ്ടോ? ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മൂർധാവിൽ ചുംബിക്കുന്ന VD സതീശൻ്റെ ചിത്രം. തൻ്റെ യങ് ബ്രിഗേഡാണ് തെരഞ്ഞെടുപ്പ് ജയിപ്പിച്ചത് എന്ന വലിയ അഭിമാനം സതീശനുണ്ടായിരുന്നു. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും ഒക്കെ അടങ്ങുന്ന യുവാക്കളുടെ പ്രവർത്തനം, അതിന് വലിയ അപ്രീസിയേഷൻ കിട്ടിയിരുന്നു. പിന്നെ വളരെ പെട്ടെന്നാണ് പടവുകൾ ചവിട്ടിക്കയറുകയല്ല, ഓടിക്കയറുകയാണ് ചെയ്തത്. ഒരു ചെറുപ്പക്കാരന് എത്ര പെട്ടെന്ന് സ്ഥാനമാനങ്ങൾ കിട്ടാമോ അത്രയും പെട്ടെന്ന്, ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും സ്പീഡിൽ സ്ഥാനമാനങ്ങൾ കിട്ടിയിട്ടുള്ള ആൾ രാഹുൽ മാങ്കൂട്ടമായിരിക്കും. പക്ഷേ ഇപ്പോൾ പാർട്ടി തന്നെ പ്രതിസന്ധിയിലാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് പാർട്ടിക്ക് തന്നെ മുഖം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട്. പരാതികളൊന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി നമ്മൾ സംസാരിക്കുന്നതിന് തൊട്ടു മുമ്പാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തകയായ, കോൺഗ്രസിൻ്റെ ഒരു സംഘടനയുടെ നേതാവായിട്ടുള്ള, സംസ്കാര സാഹിതിയുടെ പ്രവർത്തകയായിട്ടുള്ള വ്യക്തി തൻ്റെ അനുഭവം പറഞ്ഞത്. രണ്ടാമത്തെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ബലാത്സംഗ പരാതിയിൽ. എന്തൊക്കെ സംഭവിച്ചാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനി ഒരു നടപടിയും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസ് ഇങ്ങനെ നിസ്സഹായാവസ്ഥയിലായി പോകുന്നത് എന്തുകൊണ്ടാണ്? ഒരു കാരണം വേണമല്ലോ. അഭിലാഷേ, ഫ്രം ദ ബിഗിനിങ് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയ ഓരോ പദവികളും അദ്ദേഹത്തിന് അനർഹമായി കിട്ടിയതാണ്. അദ്ദേഹത്തിന് ആ പദവിയിൽ ഇരിക്കാൻ വേണ്ടി തന്നെ വലിയ ചില ഗൂഢാലോചനകൾ ഈ പാർട്ടിയിൽ നടന്നിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻ്റായതും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അവിടെ നിന്ന് MLA ആയതും. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ഇത് തന്നെയാണ് പറഞ്ഞതാണ്. കാരണം സമീപകാലത്ത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ കാണാത്ത വിധത്തിലുള്ള ചില ഗൂഢാലോചനകൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ നടന്നിരുന്നു. അദ്ദേഹത്തെ പാർട്ടിയിലെ പടവുകൾ ചവിട്ടിക്കയറ്റിപ്പിക്കുന്ന കാര്യത്തിൽ നടന്നിരുന്നു. അന്ന് അതിനെ ചവിട്ടിക്കയറ്റാൻ സഹായിച്ച ആളുകൾക്ക് പിന്നീട് കൈപൊള്ളി. അങ്ങനെയാണ് അവർ ഇദ്ദേഹത്തെ ഉപേക്ഷിക്കുന്നത്. ഈ പറഞ്ഞ സൈബർ ആക്രമണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിനുശേഷമാണ് ഉണ്ടാകുന്നത്. ആരാണോ ഈ വിഷവിത്തുകളെ വിതച്ചത്, അവർ അതിൻ്റെ ഫലം ഈ കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്നു എന്ന് പറഞ്ഞ പോലെയായിരുന്നു യഥാർത്ഥത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം. എനിക്കത് വ്യക്തമായിട്ടറിയാം. ഞാൻ ഒരു 12 വയസ്സ് മുതൽ എൻ്റെ വിദ്യാഭ്യാസ കാലം മുഴുവൻ ഞാൻ ഈ പാർട്ടിയായിട്ട് പ്രവർത്തിച്ച ആളാണ്. പിന്നീടാണ് മാധ്യമപ്രവർത്തനമായിട്ട് ജോലി തുടങ്ങിയത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഒപ്പം പ്രവർത്തിച്ച ആളുകൾ തന്നെയാണ് ഇപ്പോഴും KPCC അടക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം ഈ കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ. അതായിരുന്നു സത്യം. എന്നാൽ ഈ നിരവധി പെൺകുട്ടികളുടെ പരാതികൾ പാർട്ടിക്കകത്തു നിന്നും പുറത്തു നിന്നും പാർട്ടി നേതാക്കളുടെ വീട്ടിൽ നിന്നും കിട്ടിയപ്പോഴെല്ലാം പലരും ഈ പാർട്ടിയിൽ നിശബ്ദരായിരുന്നു. അത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഈ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരാളല്ല. ഞാനത് പലയിടത്തും പറയാറുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഒരു വ്യക്തിയെ മാത്രം നിങ്ങൾ എടുക്കരുത്. രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നിൽ ഒരു പ്രപഞ്ചം തന്നെയുണ്ട്. എല്ലാ എന്താ പറയുക, നമ്മൾ പറയില്ലേ, എല്ലാ മോശം കാര്യങ്ങളുടെയും എല്ലാ മോശം ഇതിൻ്റെയും
ആകത്തുകയായ ഒരു ശക്തി കേന്ദ്രം, ഒരു പ്രഭവ കേന്ദ്രം, ഒരു എപ്പി സെൻറ്റർ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുറകിലുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ ഈ പാർട്ടിയെ നയിച്ചു കൊണ്ടുപോകുന്നതും അവരുടെ അണികളാണ് യഥാർത്ഥത്തിൽ ഈ പാർട്ടി അണികൾ എന്ന് ഇപ്പോൾ നമ്മൾ ഈ സൈബർ ഇടങ്ങളിലൊക്കെ കാണുന്നവരും. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ തൊടാൻ ഇവർക്കെല്ലാവർക്കും മനസ്സുകൊണ്ട് ഭയമായിരുന്നു. വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, മുരളീധരൻ ഒഴിച്ച് നാലാമതൊരാൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരിയാൻ ഭയമായിരുന്നു. അതിൻ്റെ കാരണം ഈ 3 പേർക്കും ഈ മറ്റ് എന്താ പറയുക, നമ്മൾ മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയമുള്ളൂ എന്ന് പറയുന്നവർ ഈ 3 നേതാക്കൾക്കും കാര്യമായിട്ട് മടിയിൽ കനമില്ലായിരുന്നു. അതുകൊണ്ടാണ് അവർ കൃത്യമായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാടെടുത്തത്. രമേശ് ചെന്നിത്തല ആദ്യമേ പറഞ്ഞത് ഇദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിക്കണമെന്നായിരുന്നു. പക്ഷേ പാർട്ടിയുടെ പൊതു അഭിപ്രായം തൽക്കാലം രാജിവെക്കേണ്ട, അപ്പോൾ രാജിവെച്ചാൽ ഇപ്പോൾ ബൈ ഇലക്ഷൻ BJP പ്രഖ്യാപിച്ചാൽ നമുക്ക് തിരിച്ചടിയാവും എന്നുള്ളത് കൊണ്ടാണ് അന്ന് രാജിവെക്കേണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ രാജിവെപ്പിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ വി ഡി സതീശനും മുരളീധരനൊക്കെ വളരെ മാതൃകാപരമായ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വളരെ മാതൃകാപരമായ സ്റ്റേണായിട്ടുള്ള നിലപാട് അവർ എടുത്തു. ഇത് കൊണ്ടാണ് ഇപ്പോഴും ഈ പാർട്ടിയുടെ മുഖം ജനങ്ങൾക്ക് മുന്നിൽ വികൃതമാകാതിരിക്കുന്നത്. ഈ വി ഡി സതീശനും മുരളീധരനും അതുപോലെ ചെന്നിത്തലയൊക്കെ മാതൃകാപരമായ നിലപാടെടുത്തു, ഞാൻ സമ്മതിച്ചു. പക്ഷെ അവരുടെ നിലപാടിന് പാർട്ടിയിൽ സമ്പൂർണമായ വിജയം ലഭിക്കുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. മറ്റു നേതാക്കൾ എന്തും പറയട്ടെ, പക്ഷേ ഈ പറഞ്ഞ നിലപാടിന് അനുകൂലമായി പാർട്ടിയെ കൊണ്ട് ചിന്തിപ്പിക്കാൻ അവർക്ക് പറ്റുന്നില്ലല്ലോ. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടം ഒരു വ്യക്തിയല്ല, ഒരു പ്രഭവ കേന്ദ്രമാണ്, അല്ലെങ്കിൽ വലിയൊരു എപ്പി സെൻറ്ററിൻ്റെ പിന്തുണ അദ്ദേഹത്തിനുണ്ട് പാർട്ടിയിൽ. ആ എപ്പി സെൻറ്റർ എന്ന് പറയുന്നത് പാർട്ടിക്ക് അകത്തും പുറത്തുമുള്ള ചില ശക്തികളുടെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ 3 നേതാക്കൾ വിചാരിച്ചാൽ പോലും ഇത് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അപ്പുറത്തെ അവസ്ഥയിലേക്ക് കടന്നു. നിരവധി പരാതികൾ, പെൺകുട്ടികളുടെ പരാതികളടക്കം കഴിഞ്ഞ 1 വർഷമായി നിരന്തരമായി KPCCയുടെയും പാർട്ടി നേതാക്കളുടെ മുന്നിൽ വരുമ്പോഴും ഇവർ നിശബ്ദരായിരുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടം പ്രതിനിധാനം ചെയ്യുന്ന ആ ശക്തി കേന്ദ്രത്തെ, അല്ലെങ്കിൽ ആരാണോ ഈ രാഹുൽ മാങ്കൂട്ടത്തെ മുൻപിലേക്ക് വച്ചത്, ആ ആളുകളെ പലരും ഭയക്കുന്നുണ്ട്. അവരെ കൈകാര്യം ചെയ്യാനോ അവരെ മാറ്റി നിർത്താനോ ഈ പാർട്ടിക്ക് കഴിയാതെ പോയി എന്നുള്ളൊരു ദുഃഖകരമായ വസ്തുതയാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പറയുന്ന പോലെയല്ല, ഇപ്പോൾ കൃത്യമായിട്ട് ആ ശക്തി കേന്ദ്രങ്ങൾക്ക് ഇളക്കം സംഭവിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടും ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ഭയപ്പാടും ഇതും മാറ്റി നിർത്തി കഴിഞ്ഞാൽ, ഇപ്പോൾ പൊതുവെ ഈ കോടതിയുടെ വിധി വരട്ടെ, അതിനുശേഷം നമുക്ക് ആലോചിക്കാം എന്നൊക്കെ ഉള്ള സംസാരം ഉണ്ടെങ്കിലും വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ എത്രയോ ശക്തിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് വാദിക്കുന്ന വിഭാഗത്തിന് ഈ പാർട്ടിയിൽ മേൽക്കൈ കിട്ടുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവർക്ക് മേൽക്കൈ കിട്ടുന്നുണ്ട്. അവർ തന്നെയായിരിക്കും വരും ദിവസങ്ങളിലൊക്കെ ഇക്കാര്യത്തിൽ നിയന്ത്രണം ഈ അപ്പർ ഹാൻഡ് ഉണ്ടാവുക. അവർ തന്നെയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായ നിലപാടുകൾ കൈക്കൊള്ളുകയും നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുക. ഇപ്പോൾ VM സുധീറിനെ പോലുള്ളവർ പോലും പറയാൻ കാരണം കൃത്യമായിട്ട് ഈ പാർട്ടി വളരെ അപകടാവസ്ഥയിലേക്ക് പോകുന്നു, വലിയൊരു ഭീഷണിയിലേക്ക് പാർട്ടി പോകുന്നു. തെരഞ്ഞെടുപ്പിൽ എന്താ പറയുക, സ്ഥാനാർത്ഥികളായവർക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കേരളത്തിൽ കൊണ്ടുവന്നു. അല്ലെങ്കിൽ CPM വളരെ കൃത്യമായിട്ട് ഈ UDFിൻ്റെ സ്ഥാനാർത്ഥികളെ ജനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഞാൻ എറണാകുളം നേരത്തെ ജീവിക്കുന്ന ആളാണ്, അവിടെയൊന്നും UDFിൻ്റെ സ്ഥാനാർത്ഥികൾ ചെല്ലുമ്പോൾ അവർ രാഷ്ട്രീയം പറയാതെ മറ്റു പലതും പറഞ്ഞ് വോട്ട് ചോദിച്ച് പോരേണ്ട അവസ്ഥയിലേക്ക് വരെ വന്ന ഒരു ഘട്ടമുണ്ടായി. അപ്പോഴാണ് ഈ പാർട്ടി ഉണർന്നതും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ആളെ അധികം നാൾ ഈ പാർട്ടിയിൽ ഉണ്ടാവുമെന്ന് വിശ്വസിക്കാൻ ഞാൻ ആളല്ല. അഥവാ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ ഈ പാർട്ടിയുടെ കാര്യം ദൈവം തമ്പുരാന് മാത്രമേ, ദൈവത്തിന് പോലും പ്രവചിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, പക്ഷെ മുഹമ്മദ് ഷാ നേരത്തെ പറഞ്ഞ കാര്യം താങ്കൾക്ക് ക്ലാരിഫൈ ചെയ്യാം. UDFിൻ്റെ ഒരു പൊതുപ്രശ്നം കൂടിയാണല്ലോ ഷാ ഇത്. പ്രവർത്തകർക്ക്, താഴെ തട്ടിൽ പ്രവർത്തിക്കുന്നവർക്ക് വോട്ട് ചോദിക്കാൻ വേണ്ടി വീടുകളിൽ പോകേണ്ടതല്ലേ? ഈ ഒരാളെ സമ്പൂർണ്ണമായി അയാളുടെ പേരിലുള്ള കേസ് തീർത്ത് പൂർണ്ണമായും ശുദ്ധിയോടെ വരട്ടെ, അതുവരെ ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്ന് അസന്നിഗ്ധമായി മുന്നണിയും പാർട്ടിയും വ്യക്തമാക്കിയാൽ കഴിയുന്ന ഒരു വിഷയത്തിനകത്ത് ഒരു ആരോപണ വിധേയന് വേണ്ടി ഇപ്പോഴും ഇങ്ങനെ നിലപാടെടുക്കുന്ന ഒരു നിലയിലേക്ക് എന്തിനാണ് പോകുന്നത്? ഇന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഇപ്പൊ പുറത്താക്കുമെന്ന മട്ടിൽ, ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുമെന്ന മട്ടിൽ സംസാരിച്ചിട്ട് വീണ്ടും എങ്ങാനും മുൻകൂർ ജാമ്യം കിട്ടിയാലോ എന്ന പ്രതീക്ഷയിൽ കടിച്ചു തൂങ്ങുന്ന അവസ്ഥയിലേക്ക് ഉച്ചയാകുമ്പോഴേക്ക് വരികയാണ്. അല്ല അഭിലാഷ, ഞാൻ ക്ലാരിഫൈ ചെയ്യൊന്നുമല്ല. എനിക്ക് ഇത്രയും പേര് പറഞ്ഞതിൻ്റെ മറുപടി പറയാൻ സമയം തന്നെ. കാരണം നമ്മൾ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു അക്കാഡമിക് ഡിസ്കഷൻ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഞാൻ അഭിലാഷിനോട് വ്യക്തമായി പറഞ്ഞിരുന്നു, വിക്ടിംസിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്, അതിൻ്റെ പരിമിതിയുണ്ട്. എന്നെ സംബന്ധിച്ചൊരു അഭിഭാഷകൻ എന്ന് പറഞ്ഞിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്, ചില കമ്മിറ്റികൾ ചെയർ ചെയ്യുന്നതിൻ്റെ പ്രശ്നം എനിക്കുണ്ട്. എനിക്ക് അതിനകത്ത് ഒരു തരത്തിലും ടൈൻറ്റ് ചെയ്ത് സംസാരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ഞാൻ വ്യക്തമായി പറഞ്ഞതിന് ശേഷമായി ചർച്ചയ്ക്ക് വന്നത്. ഇപ്പോൾ പറഞ്ഞത് പൊളിറ്റിക്സാണ്. പൊളിറ്റിക്സ് ഞാൻ മറുപടി പറയാം. പൊളിറ്റിക്സിന് മറുപടി വ്യക്തമായി പറയാം. കാരണം ഇത് അക്കാഡമിക് ഡിസ്കഷനല്ല, ഇത് പൊളിറ്റിക്സാണ്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, PR ശിവശങ്കറിനെ പോലുള്ള ആളുകൾ പാലത്തായി കേസിലെ 10 വയസ്സുള്ള ഒരു കുട്ടിയെ പീഡിപ്പിച്ച പത്മരാജനെ വേറെ ആരുമല്ല പറഞ്ഞത്,
സെഷൻസ് കോടതി, പോക്സോ കോടതി ശിക്ഷിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ആ പത്മരാജന് വേണ്ടി ഇപ്പോഴും പോരാട്ടം നടത്തുന്ന പാർട്ടിക്ക് വേണ്ടി റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. 10 വയസ്സുള്ള കൊച്ചു കുട്ടിയോട് കാണിച്ച ആളുടെ പോരാട്ട വീരമാണ് ഈ കാണിക്കുന്നത്. ബ്രിജ്ഭൂഷണെ MP ആയി തന്നെ തുടരാൻ അനുവദിച്ച പാർട്ടിയാണ് ഇത് പറയുന്നത്. ഇനി ഷാനിബിനോടും എനിക്ക് അതുപോലെ തന്നെ ജേക്കബ് ജോർജിനോടും ശ്രീകുമാർ മനോരോടും ഒറ്റ ചോദ്യം എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കോൺഗ്രസ് മാറ്റിവെച്ചു. അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു ഇനിഷ്യൽ സ്റ്റെപ്പാണ്. പെൻഡിങ് എൻക്വയറി ആയിരിക്കാം. നോർമലി അങ്ങനെ ചെയ്യാൻ പറ്റും, ഇതിനൊക്കെ ബൈലൊക്കെ ഉണ്ടല്ലോ. എൻക്വയറി നടത്തിയിട്ട് അയാളെ പുറത്ത് കളയുക, ടെർമിനേറ്റ് ചെയ്യാം കോൺഗ്രസിന് വേണമെങ്കിൽ. അതുപോലെ തന്നെ ഇദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെടുക, ഇതൊക്കെ കോൺഗ്രസിന് ചെയ്യാം. അറ്റ്ലീസ്റ്റ് അത് കോൺഗ്രസ് ചർച്ചയിലാണ് എന്നെങ്കിലും കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. ഡെഫിനറ്റ് ആയിട്ട് ഇന്നിപ്പോൾ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നുണ്ട്, അവരതിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒറ്റ ചോദ്യം എനിക്കുള്ളൂ, ഈ കേരളത്തിൽ ഏറ്റവും വലിയ അക്രമം നടന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞു ശബരിമല ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് പോലീസുകാർക്ക് മാറ്റി നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ. ദയവേത് ശബരിമല ഒരു പോലീസുകാരെ ഇങ്ങോട്ട് വിളിച്ചേക്കരുത്. കാരണം അവിടെ ശബരിമല പോലീസും പട്ടാളവും വേണം. കാരണം ഇത് മുഴുവൻ തട്ടിക്കൊണ്ട് പോകുന്നവന്മാർ അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ശബരിമല കേസിൽ അകത്ത് കിടക്കുന്ന 3 തവണ MLA ആയ അരിവാൾ സെക്രട്ടറിയിൽ മത്സരിച്ച പത്മകുമാർ, ആ പത്മകുമാർ ഇപ്പോഴും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടേറിയറ്റിൽ പത്രത്തിൽ തുടരുന്നുണ്ട്. അദ്ദേഹം രാജിവെക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്ന ഒറ്റ വാക്കിന് മറുപടി ഷാനിബും 2 മാധ്യമപ്രവർത്തകരും രാജിവെക്കേണ്ടതുണ്ടോ എന്നൊന്ന് മറുപടി പറയണം. ഒറ്റ വാക്കി പറഞ്ഞാൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. രാജിവെക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ വെൽ ആൻഡ് ഗുഡ്, ഒരു കുഴപ്പമില്ല. അത് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യേണ്ടതല്ലേ? അത് പറയേണ്ട കാര്യമുണ്ടോ? പത്മകുമാർ രാജിവെക്കണം തന്നെയാണ്. ശരി, അല്ല അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യട്ടെ. നമ്മുടെ വെരി ഗുഡ് ഒരു ചർച്ചയുടെ ഒരു ഷാനിബിന്റെ അഭിപ്രായം എന്താണ്? ഷാനിബിന് അഭിപ്രായം ഉണ്ടോ അതിനകത്ത്? CPMന്റെ ഷാനിബിന് അഭിപ്രായം ഉണ്ടോ? രാജിവെക്കണോ വേണ്ടയോ? ഒറ്റ വാക്കൊന്ന് പറഞ്ഞു. രാജിവെക്കണ്ടെങ്കിൽ രാജിവെക്കണ്ട, നമുക്ക് അങ്ങനെ തുടരാം. പിന്നെ ഞങ്ങളും ഷാനിബ് ഓപ്ഷൻ കിട്ടുമ്പോൾ പറഞ്ഞാൽ മതി. ഞങ്ങളും ഗ്രൗണ്ട് സീറോയിൽ നിന്നുകൊണ്ട് ഇലക്ഷൻ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ. ഇതൊരു ഒരു ലോക്കൽ ബോഡി ഇലക്ഷനാണ്. ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഞങ്ങളെ സംബന്ധിച്ച് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രൊട്ടക്ട് ചെയ്ത പണിയൊന്നും ഞങ്ങളാരും ഏറ്റെടുത്തിട്ടില്ല. ഒരു കോൺഗ്രസ്സുകാരും ഏറ്റെടുത്തില്ല, ഒരു UDFകാരും ഏറ്റെടുത്തിട്ടില്ല. ഞങ്ങൾ താഴെ തട്ടിലുള്ള പ്രശ്നങ്ങളുമായി ഇലക്ഷനിൽ മുന്നോട്ട് പോവുകയാണ്. നിങ്ങളിപ്പോൾ ഇവിടുന്ന് ചർച്ച ചെയ്ത വലിയ പ്രശ്നങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തിനെ ചിലപ്പോൾ അയാളുടെ ബെയിൽ ആപ്ലിക്കേഷൻ തള്ളും, അയാളുടെ പാർട്ടി പുറത്താക്കും, അയാളുടെ ചിലപ്പോൾ MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടും, ചിലപ്പോൾ അയാൾ രാജിവെക്കും, ചിലപ്പോൾ അയാളുടെ ഇഷ്ടമുള്ള MLA സ്ഥാനം നമുക്ക് പിടിച്ച് ചെവിക്ക് പിടിച്ച് പുറത്ത് കളയാൻ പറ്റുന്ന സാധനമല്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തീരുമാനം അദ്ദേഹം എടുക്കും. അതിനുള്ള സ്റ്റെപ്പുകളൊക്കെ കോൺഗ്രസിൽ നടക്കുന്നുണ്ട്. എന്ത് സ്റ്റെപ്പാണ്? ശബരിമല അയ്യപ്പ ശാസ്താവിൻ്റെ സ്വർണം തട്ടിക്കൊണ്ട് പോയവർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്നുകൊണ്ട് എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? മാധ്യമങ്ങളും ചോദിക്കുന്നില്ല. അയ്യോ, നിങ്ങൾ ആരും ചോദിക്കുന്നില്ല. അത് ചോദിക്കുന്നത് എന്തൊരു ക്രൂരമായ ജനങ്ങൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തത്. 2019 ഒരു റിസൾട്ട് വന്നിരുന്നു ഈ കേരളത്തിൽ. ഏറ്റവും കൂടുതൽ എയർ ടൈം മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ എയർ ടൈം എന്താണ് അഭിലാഷിന്റെ അഭിപ്രായം? രാജിവെക്കണോ? അവരെ പുറത്താക്കണോ? എന്താണ് സംശയം ഈ കാര്യത്തിൽ? ഒരാൾ അറസ്റ്റിലായി ഇതേ വിഷയത്തിൽ. രാഹുലിനെ എന്തുകൊണ്ട് കോൺഗ്രസ് പുറത്താക്കുന്നില്ല എന്നുള്ളതാണല്ലോ ചോദ്യം. ഇതേപോലെ കഴിഞ്ഞ ചൊവ്വാഴ്ച, ഇന്നിപ്പോ ബുധനാഴ്ചയോ ഇന്ന് ബുധനാഴ്ച, കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ ചർച്ച എന്തുകൊണ്ട് പത്മകുമാറിനെ പുറത്താക്കുന്നില്ല എന്നുള്ളതായിരുന്നു. CPMനോടായിരുന്നു ആ ചോദ്യം. ഇവിടെ ഇപ്പോ കഴിഞ്ഞ 1.5 മാസം എടുത്താൽ മാധ്യമങ്ങളുടെ ഏറ്റവും കൂടുതൽ എയർ ടൈം ചെലവഴിച്ചിട്ടുള്ളത് ശബരിമല വിഷയത്തിലാണ്. ഇത് ഈ പ്ലാറ്റ്ഫോം 7:30 മുതൽ 8:30 വരെയുള്ള സൂപ്പർ പ്രൈം ടൈം ചർച്ചയുണ്ടല്ലോ. കഴിഞ്ഞ 1.5 മാസത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ ടോപ്പിക് ആയത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. എന്തുകൊണ്ടാണ് ആ വിഷയം ഒക്കെ അവിടെ നിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് ചെയ്തിരുന്നുവെങ്കിൽ ഇന്നിപ്പോ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഇന്നും ശബരിമല തന്നെ ആകുമായിരുന്നു ചർച്ച. അതല്ലാതെ പേരിനൊരു നടപടി എടുത്തിട്ട് പാലക്കാട്ടെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാൾ, ശ്രീ മുഹമ്മദ് ഷാ, താങ്കൾ നിയമമൊക്കെ അറിയുന്ന ആളാണല്ലോ. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ട് സസ്പെൻഷൻ റിവോക്ക് ചെയ്യാതെ, ഒരു സെക്കൻഡ് സസ്പെൻഷൻ റിവോക്ക് ചെയ്യാതെ ഒരാൾ പാർട്ടിയുടെ ഓൾ ഇൻ ഓൾ ആയി തെരഞ്ഞെടുപ്പ് കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മൾ പാലക്കാട് കണ്ടത്. അപ്പൊ ഈ സസ്പെൻഷൻ ഇറ്റ്സെൽഫ് എന്താ പറയാ ഒരു കാര്യമുണ്ടോ? ഈ പറഞ്ഞ കാരനോട് ആരും യോജിക്കുന്നൊന്നുമില്ല. അല്ല, ഇതിനോട് യോജിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് കേക്ക്. നിങ്ങളൊന്ന് പറയുന്നത്, ഇന്നൊരു CPM നേതാവ് പറയാ
മുകേഷ് ചെയ്തതിനകത്ത് തീവ്രത കുറവുണ്ട്, ഇതിന് ഇപ്പോഴും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാം. ഒരു തീവ്രതയും നോക്കരുത്. ഇത്തരം ആളുകൾക്കെതിരെ നടപടി എടുത്തേ മതിയാവൂ. അത് വേണമെന്ന് തന്നെയാണ് പറഞ്ഞത്. കാരണം ഈ പറഞ്ഞ പെൺകുട്ടികളൊക്കെ നമ്മുടെ സഹോദരിമാരും നമ്മുടെ മക്കളും ഒക്കെ തന്നെയായിട്ട് നമ്മൾ കരുതിച്ചാൽ മതി. ശരി, ഇവരെ ഇങ്ങനെയുള്ളവർക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ അതിന്റെ തീവ്രത ഇളക്കാൻ വേണ്ടി നടക്കുക. ഇപ്പോഴും അവരാരും പറയുന്നില്ല, ഈ നേതാക്കൾ ആരും പറയുന്നില്ല. കോൺഗ്രസ് നേതാക്കൾ നിങ്ങൾ രമേശ് ചെന്നിത്തലയുടെ ബി ഡി സതീശന്റെ ഒക്കെ പേര് പറഞ്ഞില്ല, ഇങ്ങനെ ആവശ്യപ്പെട്ടു എന്ന്. CPM ആരെങ്കിലും പത്മകുമാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടു? എന്ത് പാർട്ടി ഇത്? എന്ത് തോന്നിയാസത്തിന് കൂട്ടി നിൽക്കുന്നവന്മാരാണോ CPM? CPM കൊള്ളാവുന്ന ഒറ്റ ഒരുത്തനില്ലേ? ഒന്ന് എഴുതിട്ടൊന്ന് പറയണ്ടേ? ഇത് ശബരിമല ശാസ്താവിനെ വഞ്ചിച്ചവന്മാരാണ്, ഇവനെ പിടിച്ച് പുറത്താക്കണമെന്നൊന്ന് പറയാൻ ഒരുത്തന് അബദ്ധത്തിനൊന്ന് പറയാൻ കഴിയുണ്ട്. ഈ ഷാനിബ് ഇരിപ്പുണ്ടോ? ഒന്ന് പറയട്ടെ. ശരി, ഓക്കെ, ഉണ്ടെങ്കിൽ പറയട്ടെ. ശരി, ഒരുത്തരും പറയില്ല. എന്നിട്ട് അതിനോട് യോജിച്ച് നിന്ന് കൊടുക്കുക, എന്നിട്ട് കോൺഗ്രസിനെ അങ്ങ് നന്നാക്കി കളയാം. ശരി, ഓക്കെ. ഷാനിബ് ഒന്ന് പറ്റുമോ? അത് ശരിയാണോ? അതിനൊരു ഇരട്ടത്താപ്പില്ലേ അഭിലാഷ്? ശരി, ഷാനിബ് നോക്കൂ, ഇവിടെ ഇപ്പോൾ ഒന്ന് ശബരിമല വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് വന്ന് വീണത്. എന്ന് മാത്രമല്ല, ഇന്ന് പത്തനംതിട്ടയിലെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവാണ് നേരത്തെ ഈ മുഹമ്മദ് ഷാ ഉദ്ധരിച്ച തീവ്രത കമന്റ് പറഞ്ഞത്. കേൾക്കുന്നവർ തലയിൽ കൈവച്ച് ചിരിച്ചു പോകുന്ന സാഹചര്യമാണ്. അപ്പോൾ ദാ ഈ വിഷയം കിട്ടി എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഉത്തരം പറയേണ്ട ഒരു വിഷയത്തിൽ നിന്നും നിങ്ങൾ ഉത്തരം പറയാൻ ബാധ്യതയില്ലാത്ത ആളുകളായി മാറില്ല. ഇവിടെ ഇപ്പോൾ മുഹമ്മദ് ഷാ കുറേ നേരം പറഞ്ഞല്ലോ, വലിയ വായിൽ പറഞ്ഞല്ലോ, സസ്പെൻഡ് ചെയ്തു, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി, ഇതെല്ലാം ചെയ്തു എന്ന് പറയുന്ന ശബരിമല പുറത്താക്കണോ വേണ്ടോ അതൊന്ന് പറഞ്ഞേ. ഇതുപോലെ ഇടപെടാൻ എനിക്കും അറിയായിരുന്നു കേട്ടോ. ധൈര്യമുണ്ടോ പറയാൻ? എനിക്കും ഇതുപോലെ ഇടപെടാൻ അറിയായിരുന്നു കേട്ടോ. അല്ല, എനിക്കും അറിയായിരുന്നു, എനിക്കിതുപോലെ ഇടപെടാൻ അറിയായിരുന്നു കേട്ടോ. ഇടപെടൊന്നും വേണ്ട, ഒരു അഭിപ്രായം പറയാനുള്ള ധൈര്യം പോലും നട്ടലുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറ. നട്ടലുണ്ടെങ്കിൽ സസ്പെൻഡ് ചെയ്തു പുറത്താക്കി, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പുറത്താക്കി എന്ന് പറഞ്ഞ വൃത്തിയായിട്ടാണ് അവിടെ കൈപ്പറ്റിക്കും കോണിക്ക് വേണ്ടി വോട്ട് ചോദിക്കാനായിരുന്നു. അയാളോട് മാറി ഇയാള് ഞങ്ങൾക്ക് വേണ്ടി വോട്ട് ചോദിക്കാനെങ്കിലും ഉണ്ടായിരുന്നു. വീടുകളിലും കയറി കൈപ്പറ്റി ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം, എടുത്തിട്ട് യുദ്ധം ജയിച്ചു വരുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ ജയിച്ചു വരുന്നവനെ പോലെ തോളിലെടുത്ത് നടന്നപ്പോ പറഞ്ഞതുപോലെ അത് മാത്രമല്ലല്ലോ, വോട്ട് ചോദിക്കാൻ ഇറങ്ങുക മാത്രമല്ല ചെയ്തത്. ഞാൻ പറയട്ടെ, പറ്റില്ല. പാർട്ടി നോമിനേഷൻ പത്രികയുടെ സ്ക്രൂട്ടിനി യോഗത്തിൽ പങ്കെടുക്കുമ്പോ മാറി നിൽക്കട എന്ന് പറയാം. വൃത്തികെട്ടവനായിട്ടുള്ള സൈക്കോപാത്തിന് വേണ്ടിയിട്ട് വൃത്തികേട് പറയേ നേരത്തെ. നിങ്ങളാ പറഞ്ഞത്, നിങ്ങൾ എന്താ പറഞ്ഞത്? ഇവിടെ ആ പെൺകുട്ടി ഇപ്പോഴെങ്ങനെ പേടി മാറിയതെന്നല്ലേ അഭിലാഷ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നാണം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്നിട്ട് ആ പെൺകുട്ടിയെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിക്കും. ദുരുദ്ദേശം എന്താ? ഞാൻ പറയുന്നത് ഈ പെൺകുട്ടി പരാതി കൊടുക്കുമ്പോ തന്നെ അതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഒരു പെൺകുട്ടി മാത്രമല്ല, ഒരുപാട് പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞെന്നറിയോ? ഇത് പരാതി കൊടുത്താൽ നിന്നെ സോഷ്യൽ മീഡിയയിൽ, സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നെ ആക്രമിച്ച് ഇല്ലാതെയാക്കുമെന്ന്. അതും കൂടി കേസിന്റെ ഭാഗമാണ്. എന്നിട്ട് അയാൾ ഇവിടെ വന്ന് പറയാം ഇതൊന്നും അതുകൊണ്ടാണ് ഇത് ചർച്ചയാക്കണമെന്ന് നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് ആ പെൺകുട്ടി പരാതി മീഡിയക്ക് അയച്ചിട്ടുള്ളത്. അയാളെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ, അയാളെ MLA സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഈ പെൺകുട്ടികൾക്ക് പരാതിയുമായി പോകാമായിരുന്നു. ഇയാൾ കൂടുതൽ ശക്തനാണ് എന്ന നിലയിൽ നിൽക്കുമ്പോൾ ഈ പെൺകുട്ടികൾക്ക് ഞാൻ വെറുതെ ഇരുന്നിട്ട് ഷാഫി പറമ്പിനെതിരെ വെറുതെ ഇരുന്ന് പറഞ്ഞതല്ല. ഞാൻ ഒരൊറ്റ കാര്യം കൂടി, ഒരു കാര്യം ഞാൻ ഈ മാതൃഭൂമിയുടെ ഫ്ലോറിൽ ഞാൻ ഒരു കാര്യം പറയാണ്. അതായത് ഒരു പെൺകുട്ടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട മറ്റൊരു കേസിൽ, ആ കേസിൽ അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൈക്കോപാത്ത് നിരന്തരം ആ പെൺകുട്ടിയെ വിളിച്ചു, ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി. ആ പെൺകുട്ടി ബോധമറ്റ് വീണ സമയത്ത് ആ പെൺകുട്ടിയുടെ സഹപ്രവർത്തകനെ ഈ ഷാഫി പറമ്പിൽ വിളിച്ചതിന്റെ തെളിവെന്റെ കയ്യിലുണ്ട്. ഇയാൾക്ക് പോയി കേസ് കൊടുക്കട്ടെ. ഇങ്ങനെ ഇയാൾ ഏതെങ്കിലും തരത്തിൽ പരാതി കൊടുക്കാൻ തയ്യാറാകുന്ന പെൺകുട്ടികളെ ഭയപ്പെടുത്തുകയാണ്, സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുകയാണ്, വലിച്ചെടുക്കുമെന്ന് സ്വാധീനിക്കാൻ ശ്രമിച്ചതിന്റെ വിവരം ആ പെൺകുട്ടി സമ്മതിക്കുന്ന നിമിഷം ഞാൻ കൈമാറും. തീർച്ചയായിട്ടും ആ പെൺകുട്ടി സമ്മതിക്കുന്ന നിമിഷം തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി വാട്സപ്പ് ചാറ്റ് ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ശരി,
ശരി, ഓക്കെ, പറയൂ. ഇനി അടുത്ത ചോദ്യം അല്ല ആദ്യം ആ പെൺകുട്ടി സമ്മതിക്കുന്ന നിമിഷം കൈമാറും. ഒരൊറ്റ കാര്യം. പിന്നെ അഭിലാഷ് ചോദിച്ച ചോദ്യം കൂടി ഞാൻ പറയാം, അതിനൂടെ മറുപടി പറയാം. ഇവിടെ മുകേഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞല്ലോ, അതിന് മറുപടി പറയാനൊന്നും പോകുന്നില്ല. ഞാൻ പറയുന്നത് ആ കേസ് വളരെ ഗൗരവത്തിലുള്ള കേസ് തന്നെയാണ്. അത് ഗൗരവത്തിലുള്ള കേസ് തന്നെയാണ്. ഏത് പെൺകുട്ടി, ഏത് സ്ത്രീ ആക്രമിക്കപ്പെട്ടാലും അത് ഗൗരവതരമാണ്. എന്നാൽ അതൊരു ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് വന്ന പരാതിയുടെ ഭാഗമാണ്. ഇത് അങ്ങനെയല്ല. ഇത് ഇരപിടിയനായിട്ട് ലോകം മുഴുവൻ കറങ്ങി നടന്നിട്ട് പെൺകുട്ടികളെ വലവീശി പിടിക്കുകയാണ്. ഇരപിടിയനായിട്ടുള്ള ഒരു സൈക്കോപാത്താണ് ഇയാള്. ഇയാള് എവിടെ പെൺകുട്ടികളെ കണ്ടാലും ആ പെൺകുട്ടികളെ ഏതെല്ലാം തരത്തിൽ വലയിലാക്കി ഇതാണ് ഒരു മിനിറ്റ് ഞാൻ അഡ്വക്കേറ്റ് അഹമ്മദ് ഷായുടെ എല്ലാ ബഹുമാനം നിർത്തിക്കൊണ്ടൊരു കാര്യം പറയട്ടെ. ഈ പത്മകുമാറിനെ പോലെയോ അല്ലെങ്കിൽ മുകേഷിനെ പോലെയോ അല്ല ഈ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിന്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി കോൺഗ്രസിന്റെ ഒരു വൈകാരികമായൊരു നേതാവ്. കാരണം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒത്തിരി ഉത്തരവാദിത്തങ്ങളും പദവികളും അയാൾക്ക് കോൺഗ്രസ് നൽകി. ഈ ചെറുപ്പക്കാരൻ 10,000-കണക്കിന് ചെറുപ്പക്കാരായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉത്തരവാദിത്വവും പദവും നൽകി ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അല്ല ഞാൻ പറഞ്ഞേക്ക് പത്മകുമാർ രാജിവെക്കണം. ജയിലിലാണ്, സഹായിച്ചിട്ടില്ല എന്നെങ്കിലും മനസ്സിലാക്കൂ. ഈ പറയുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി നൽകി ഈ രാഹുൽ മാങ്കൂട്ടത്തിന് കാലത്ത് ഈ കഴിഞ്ഞ 5 വർഷത്തിൽ അറസ്റ്റ് ചെയ്താൽ മതിയോ? ശരി, അല്ല ഈ അയാൾക്ക് അല്ലല്ല ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഒരാൾ കാര്യം പറയട്ടെ. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയ അവസരം ഈ പാർട്ടി വേറെ ആർക്കും കൊടുത്തിട്ടില്ല. അപ്പൊ അയാൾ പാർട്ടിയെ പിന്നിൽ നിർത്തി. ഇത് ധാർമ്മികമായും വൈകാരികമായും പാർട്ടിയുടെ പ്രതിസന്ധിയാണ് വിഷയം. ഈ പത്മകുമാർ വെറും കള്ളനാണ്. അയാൾ പുറത്താക്കി എന്തെങ്കിലും ചെയ്യട്ടെ. അതുപോലെ ആയിരുന്നില്ല രാഹുൽ മാങ്കൂട്ടം ഈ പാർട്ടിക്ക്. വൈകാരികമായിട്ട് തന്നെ പാർട്ടിയെ തിരിച്ചടിയാണ്. ശരി, എനിക്കൊരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീ PR ശിവശങ്കർ, നേരത്തെ പാലത്തായി അടക്കം ഉന്നയിച്ച് താങ്കളോടും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു മറുപടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ശ്രീ മുഹമ്മദ് ഷായുടെ ആ വികാരാധീനമായ മറുപടി ഞാൻ എൻ്റെ ആരോപണങ്ങളെ, അതായത് കോൺഗ്രസ് ലീഗിനും ലീഗ് ജമാഅത്തേക്കും അടിമയായി എന്നുള്ള ആരോപണത്തെ ദൃഢീകരിക്കുന്നതാണ്. ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ ഇത്തരത്തിലുള്ള വികാരാധീനായി പ്രവർത്തിക്കാൻ ആരോപണത്തേക്ക് സമയമില്ലാത്തതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. 2, ശ്രീകുമാർ മനയിലും ജേക്കബ് ജോർജും പറഞ്ഞതുപോലെയുള്ള ശുഭാപ്തി വിശ്വാസം കോൺഗ്രസിനെ കുറിച്ച് എനിക്കില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ശ്രീകുമാർ മനയിൽ പറഞ്ഞ ആ പ്രപഞ്ചം ഉണ്ടല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉള്ള പ്രപഞ്ചം, അത് ഞാൻ പറഞ്ഞതിൻ്റെ രക്തചുരുക്കമാണ്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് മുതിർന്ന മാധ്യമപ്രവർത്തകരായ ശ്രീകുമാറും ജേക്കബ് ജോർജ് സാറും എൻ്റെ ആരോപണങ്ങളെ പിന്തുണയ്ക്കുന്നതെന്നാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ ഈ ആരോപണങ്ങളൊക്കെ വരുമ്പോഴേക്കും റോജി ജോണിനോ വിഷ്ണുനാഥനോ ചാണ്ടിയുമ്മനോ അതുപോലെ തന്നെ CR മഹേഷിനോ പോലുള്ള കോൺഗ്രസ്സിലെ നല്ല ഒരു ചെറുപ്പക്കാരായ MLA-മാർക്ക് ഈ നീതി ലഭിക്കില്ല, അല്ലെങ്കിൽ ഈ നിയമമായിരിക്കില്ല ഈ കോൺഗ്രസിൽ നിന്ന് കിട്ടുക എന്നുള്ളത് നേരത്തെ ശ്രീകുമാർ പറഞ്ഞ പ്രപഞ്ചത്തിൻ്റെ പുറകിൽ ആരുണ്ട് എന്ന് പറഞ്ഞത് കൃത്യമാക്കുന്നു. ഒരു സംശയമില്ല, ഇത്തരം ശുഭാപ്തി വിശ്വാസമുള്ള ആളുകൾ വിട്ടുപോകും. അഭിലാഷേ ഒരു വരി പറഞ്ഞു. അതായത് അഭിലാഷേ, ഇവരോട് എല്ലാവരോടും കൂടി എനിക്ക് ഒറ്റ വാക്ക്, നമ്മൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ നമുക്കങ്ങനെ പെശകൊന്നും പറ്റിയിട്ടില്ല, അങ്ങനെ പറ്റത്തുമില്ല. മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് പെശക് പറ്റത്തില്ല. അതുകൊണ്ട് നമുക്കിതൊക്കെ കൈകാര്യം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് ഓർക്കണം. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷാ, ഇതൊക്കെ നമുക്ക് വളരെ വിദഗ്ധമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ വായനക്കാരോട്, നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഇരകളോട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക്, എല്ലാ മാധ്യമങ്ങൾക്കും, മുഖ്യധാരാ മാധ്യമങ്ങൾക്കും ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്, കടമയുണ്ട്. അത് മാത്രം ഓർത്തുകൊണ്ടാണ് ഇവരൊക്കെ അഭിലാഷും കൂട്ടരും പത്രപ്രവർത്തനം നടത്തുന്നത് എന്നോർമ്മ. മുഖ്യധാരാ മാധ്യമങ്ങൾ അവരുടെ ഉത്തരവാദിത്തം പാലിക്കുന്നില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ചില കാര്യങ്ങളിൽ വീഴ്ച സംഭവിക്കുന്നുണ്ട്. ആ വീഴ്ച ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ കൂടി മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ചില കാഴ്ച നമ്മുടെ എല്ലാം ശരിയാണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് പോകരുത്. ചില വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്.
ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ തമസ്കരിക്കപ്പെടുന്നത്. ശരി, എന്തായാലും ഇതല്ലല്ലോ നമ്മുടെ വിഷയം. സമയം 8:32 സമയം ഇതിനോടകം തന്നെ അതിക്രമിച്ചു. എല്ലാവർക്കും നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.